ലാൽ സലാം. മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ ബാലിമൻ ഇറങ്ങി 11-ാം ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് വരുമ്പോൾ ഒരു മികച്ച ഞായറാഴ്ച എന്ന് തന്നെ പറയാം ഈ സിനിമയ്ക്ക്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനായിട്ട് ഏറെക്കുറെ 40 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ വരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഇന്ന് 11-ാം ദിവസത്തെ ഇതിൻ്റെ 405ഓളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 40%, 40 38% ഇൻക്രീസാണ് ഇന്നലത്തിനേക്കാളും പറയുന്നത്. അതായത് ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് 35 ലക്ഷം രൂപയായിരിക്കും ട്രാക്ഡ് കളക്ഷൻസിൽ വരുന്നത്. ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് 25 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ കവർ ചെയ്തിരിക്കുന്നു. അതായത് 4-ാം തീയതി രാത്രി 8 മണിക്ക് കവർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് നാളെ രാവിലെ ആയിരിക്കും എന്നുള്ളത് ഞാനൊരു കാര്യം പറയാം. എന്നിരുന്നാലും പറയാം, അതായത് 35 ലക്ഷം രൂപ, ഏറെക്കുറെ 70 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. ഈ ഒരു സൺഡേ സൂപ്പർ സൺഡേ ആക്കി മാറ്റിയിരിക്കുകയാണ് മലൈക്കോട്ടെ വാലിബൻ. അതെ, ഒരു സിനിമയെ എത്രത്തോളം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സിനിമ നല്ലതാണെങ്കിൽ കാണാൻ പ്രേക്ഷകരുണ്ടാകുമെന്നുള്ളതാണ്. ഒരു പക്ഷേ അണിയറ പ്രവർത്തകർ ഉണ്ടാക്കിയ തെറ്റിദ്ധാരണ കൊണ്ട് തന്നെയായിരിക്കാം ഈ സിനിമയ്ക്ക് ഇത്രത്തോളം മോശമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകേണ്ടി വന്നത്. കാരണം സിനിമ ഇറങ്ങുന്നതിന് 6 മാസം മുമ്പേ ചിലർ പറയുകയുണ്ടായി ഇത് ഗംഭീര ഇൻട്രോ ആയിരിക്കും, തിയേറ്റർ കൂളിങ്ങും. മറ്റുള്ള ചില നടന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ കമ്പനികളുള്ള ആളുകൾ പറഞ്ഞിരുന്ന കാര്യം ഇത് അവരുടെ സിനിമകൾ മാറ്റിവെക്കുന്നു വാലിബൻ ഇറങ്ങുന്നത്. അതൊക്കെ അവരുടെ ഒരു പക്ഷേ അന്നേരത്തെ ചിന്താഗതിയിൽ വന്നതായിരിക്കാം. പക്ഷേ അതൊക്കെ സാധാരണക്കാരിലേക്ക് വലിയ ഓളമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പ്രേക്ഷകനെ, അത് ഫാനോ ഏത് സാധാരണ മനുഷ്യനോ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഉണ്ടായ ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാളത്തിൻ്റെ ബാഹുബലി പോലെയുള്ള ഒരു സിനിമയാണ്. നമുക്കും തോന്നിയിരുന്ന കാര്യം അത് തന്നെയാണ്. കാരണം ഇത്രയും പൊട്ടൻഷ്യലുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മലയാളത്തെ ഈ റേഞ്ചിൽ എത്തിക്കണമെങ്കിൽ അത് മോഹൻലാൽ തന്നെ ഉള്ളൂ എന്നുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ആ ഒരു കാര്യത്തിൻ്റെ അങ്ങനെയുള്ള ഹൈപ്പ് വന്നുകൊണ്ട് തന്നെയായിരിക്കാം സിനിമയ്ക്ക് ഒരു പരിധി വരെ, എന്ന് വെച്ചാൽ 100% അതാണെന്ന് പറയാനും കഴിയില്ല. സിനിമ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയില്ല, ഭൂരിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഈ റേഞ്ച് വരുന്നത്. പക്ഷേ പലപ്പോഴും കമൻസിൽ വന്ന് കമൻറ്റ് പറയുന്നവർ സിനിമ കണ്ടിട്ടോ പേരെഴുതിയത് പോലും കൂട്ടി വായിക്കാത്ത ആൾക്കാർ തന്നെയാണ് പലരും. അപ്പം ഇന്ന് ഈ ഒരു സിനിമ 405ഓളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 35 ലക്ഷം രൂപയിലേക്ക് വരികയാണ് എന്നുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഞായറാഴ്ച മിന്നിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ നമുക്ക് ട്രാക്കേഴ്സിൽ നിന്ന് മാത്രം സിനിമ 10 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. പക്ഷേ ബഡ്ജറ്റും, അല്ലെങ്കിൽ ക്ഷമിക്കുക, ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ഇതിൻ്റെ ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ വലിയ ഒരു ഇടിവുണ്ടാകും. പക്ഷേ ഒരു കാര്യം പറയാം, ഈ സിനിമയ്ക്ക് പ്രതീക്ഷിച്ചാൽ കൂടുതൽ ഇപ്പോൾ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റഡി ആയിട്ട് ആളുകൾ കണ്ട് ഇതിന് നല്ല കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സിനിമ കാണുക. മോഹൻലാൽ ആരാധകനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മോഹൻലാൽ സിനിമ കാണാൻ തന്നെ പോവുക. നിങ്ങളൊരു LJP ആരാധകനാണെങ്കിൽ LJP സിനിമയ്ക്ക് പോവുക. തീർച്ചയായും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ബാക്കിയുള്ള ആളുകൾ പറയുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടവരോ പറയുന്നതല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവും. വേറൊരാൾ പറഞ്ഞതുകൊണ്ട് ആ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനോ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കില്ല. തീർച്ചയായും നിങ്ങൾക്ക് കാണാം ഇഷ്ടമാണെങ്കിൽ. കാരണം നിങ്ങൾ മുടക്കുന്ന കാശാണ് ആ ഒരു കാര്യത്തിലേക്ക്, നിങ്ങളെ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.